عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിൽ അടുത്ത ബാബു ഫൗളി സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ശ്രേഷ്ഠത, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه പറയുന്നു, أتى رجل النبي صلى الله عليه وسلم فقال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ലീ ഖറാബതൻ അസിലുഹും വയഖ്തഊൻ. റസൂലേ, എനിക്ക് കുടുംബക്കാരുണ്ട്, ഞാൻ അവരുമായിട്ട് ബന്ധം ചേർക്കും, പക്ഷെ അവര് ഞാനുമായിട്ടുള്ള ബന്ധം മുറിക്കുകയാണ്. ഞാൻ അവർക്ക് ഇഹ്സാൻ ചെയ്യും, നന്മകൾ ചെയ്യും, പക്ഷെ അവരെന്നോട് ഉപദ്രവങ്ങളാണ് ചെയ്യുന്നത്. എന്നോട് പലതരത്തിലുള്ള തെറ്റുകളും ഉപദ്രവങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഞാനതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ലഇൻ കാന കമാ തഖൂൽ, നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ, കഅന്നമാ തുസിബ്ബുഹും അൽമല്ല, ഇത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവരുടെ മേലെ തീക്കനലുകൾ ഇടുന്നത് പോലെയാണ്. വലാ യസാലു മഅക മിനല്ലാഹി വഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്, നീ ഇങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം, അഥവാ അവര് ബന്ധം മുറിച്ചിട്ടും അവര് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും നീ ക്ഷമിക്കുകയും ബന്ധം ചേർക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അല്ലാഹുവിൽ നിന്നുള്ളൊരു സഹായം നിനക്കുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച കിതാബ് എന്തായിരുന്നു? സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. അപ്പൊ ഈ ഹദീസിൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്റെ കുടുംബക്കാരുമായിട്ട് ഞാൻ ബന്ധം ചേർക്കാൻ നോക്കുമ്പോഴൊക്കെ അവരൊക്കെ ബന്ധം മുറിക്കുകയും എന്നെ പല രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ബന്ധം മുറിക്കുമ്പോൾ അങ്ങോട്ട് ബന്ധം ചേർക്കാൻ സാധാരണഗതിയിൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, അതാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, നീ ഇങ്ങനെയാണ്, നീ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ കഅന്നമാ തുസിബ്ബുഹും അൽമല്ല, നീ അവരുടെ മേലെ തീക്കനകൾ എറിയുന്നതിന് പോലെയാണിത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അളിമാക്കൾ പറഞ്ഞു, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ അവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നീ അവർക്ക് ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഉപദ്രവത്തിന് അവരുടെ മേലെയുള്ള കുറ്റം കൂടുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ ഈ വ്യക്തി തിരിച്ചങ്ങോട്ട് നന്മകൾ കൂടുതൽ ചെയ്യുന്നതിനോടുകൂടി അവരെന്ത് ചെയ്യാണ്? കൂടുതൽ ഉപദ്രവങ്ങളാണ്. അവർ കൂടുതൽ അവരുടെ മേലെ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടും. അതായത് ഇയാളിൽ നിന്ന് ഇങ്ങനെയൊക്കെ അയാൾ ബന്ധം ചേർക്കാൻ നോക്കിയിട്ടും നിങ്ങൾ ബന്ധം മുറിച്ചല്ലോ എന്നുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, മഅനാഹു, ഇതിന്റെ അർത്ഥം, കഅന്നമാ തുത്ഇമുഹു റമാദുൽ ഹാർ, നീ അവരെ ചൂടുള്ള തീക്കനലുകൾ ഭക്ഷിപ്പിക്കുന്ന പോലെയാണെന്നാണ് ഉദ്ദേശം. വഹുവ തശ്ബീഹുൻ ലിമാ യുൽഹിഖുഹും മിനൽ അലം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ആക്ഷേപത്തിന് ഒരു ഉപമ പറഞ്ഞതാണ്. അവർക്കുള്ള ആക്ഷേപത്തിന് ബിമാ യുൽഹിഖു ആഖിലു റമാദുൽ ഹാർ മിനൽ അലം വലാ ഷൈഉൻ അലാ ഹാദൽ മുഹ്സിൻ ബൽ യനാലുഹു അൽ അളീം ഫി ഖതിഅതിഹി വ ഇദ്ഖാലിൽ അദാ അലൈഹി, അവർക്കുള്ള ആക്ഷേപവും വേദനയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഇയാൾ ബന്ധം ചേർക്കാൻ നോക്കിയിട്ടും അവർ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവും വേദനയും അവർക്ക് നാളെ പരലോകത്ത് ഉണ്ടാവും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്. അതായത് നമ്മളുമായി ബന്ധം മുറിച്ചു എന്നുള്ളതല്ല
നമ്മൾ അവരുമായിട്ട് ബന്ധം മുറിക്കാൻ ഒരു കാരണമാകേണ്ടത്. നമ്മൾ ബന്ധം ചേർക്കുക വേണ്ടത്. അവർ ചെയ്തതിന് നാം അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് കിട്ടിക്കോളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിൽ ബന്ധം ചേർക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വലാ യസാലു മഅക മിനല്ലാഹി ബഹീറുൻ അലൈഹി മാ ദുംത അലാ ദാലിക്. നീ ഇങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹുവിൽ നിന്നുള്ളൊരു സഹായി നിന്റെ ഒപ്പം ഉണ്ടാവും. അള്ളാഹുവിൽ നിന്നുള്ളൊരു സഹായം നിനക്ക് ലഭിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക നീ ഇങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കാം. സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതും വിച്ഛേദിക്കുന്നതുമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതിന്റെ പേരിലായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് അള്ളാഹു എന്താണ് കൽപ്പിച്ചത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവര് നമ്മൾ ഉപദ്രവിച്ചു, അവര് നമ്മളായിട്ട് ബന്ധം മുറിച്ചു, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചെയ്തു, അതിനുള്ളത് അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിച്ചോളൂ. പക്ഷെ നമ്മൾ ബന്ധം ചേർക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കുടുംബക്കാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നതിന്റെ ഫദ്ല്, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകുമെന്നുള്ളത്, അതുപോലെ തന്നെ ഏത് സമയത്തും മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യണം എന്നുള്ളതെല്ലാം ഈ ഹദീസിൽ നിന്നുള്ള പാഠങ്ങളാണ്. അടുത്ത ഹദീസ് عن عبد الرحمن بن عوف أنه سمع رسول الله صلى الله عليه وسلم يقول عبد الرحمن بن عوف رضي الله عنه പറയാൻ صلى الله عليه وسلم പറയുന്നത് കേട്ടു. قال الله عز وجل الله تعالى പറഞ്ഞു أنا الرحمن ഞാൻ റഹ്മാനാണ്. وأنا خلقت الرحم കുടുംബബന്ധം സൃഷ്ടിച്ചത് ഞാനാണ്. അല്ലാഹു പറയാൻ ഞാനാണ് റഹ്മാൻ, കുടുംബബന്ധത്തെ ഞാൻ സൃഷ്ടിച്ചത് ഞാനാണ്. واشتققت لها من اسمي അത് എന്റെ നാമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള നാമമാണ്. അഥവാ റഹ്മാൻ എന്നുള്ള നാമത്തിൽ നിന്നാണ് റഹീം എന്നുള്ള നാമം ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു പറയാണ് എന്റെ പേരിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുത്തിട്ടുള്ള നാമമാണത്. ഫമൻ വസലഹാ വസൽതുഹു വമൻ ഖതഅഹാ ബസത്തുഹു. ആരാണോ അതിനെ ചേർക്കുന്നത് അവരുമായിട്ട് ഞാനും ബന്ധം ചേർക്കും. ആരാണോ അത് മുറിക്കുന്നത് അവരുമായിട്ട് ഞാനും ബന്ധം മുറിക്കുന്നതാണ്. എന്തൊന്ന് ആലോചിച്ചു നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ അല്ലാഹ് എന്നുള്ള നാമത്തിന് ശേഷം ഏറ്റവും അറിയപ്പെട്ട നാമം അർ-റഹ്മാൻ എന്നുള്ളതാണ്. അർ-റഹ്മാൻ എന്നുള്ളതാണ്. റഹീം എന്നുള്ള നാമം റഹ്മാനിനോടൊപ്പം പറയുമെങ്കിലും റഹീം എന്നുള്ള നാമം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടും അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് റഹീം എന്ന് മാത്രം പേരിട്ടാലും കുഴപ്പമില്ല. പക്ഷെ റഹ്മാൻ എന്നുള്ള നാമം അറബി ഭാഷയിൽ തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന വേറൊരു വാക്കില്ല. ഫഅലാൻ വസ്നിൽ റഹ്മത്തിന്റെ വ്യാപ്തി അങ്ങേയറ്റം അറിയിക്കുന്ന നാമമാണത്. അപ്പൊ അതിൽ നിന്നാണ് റഹീം എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ് അതിനെ ചേർത്തവനോട് ഞാനും ബന്ധം ചേർക്കും, അതിനെ കുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കും. അപ്പൊ ആരാണ് അല്ലാഹുവിൽ നിന്നൊരു ബന്ധം ഇഷ്ടപ്പെടാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരാണുള്ളത്? അപ്പൊ അല്ലാഹുമായിട്ട് നമുക്കൊരു നല്ല ബന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുടുംബക്കാരുമായിട്ട് കുടുംബവുമായിട്ട് ബന്ധം ചേർക്കുന്ന ആളുകളായിട്ട് നാം മാറണം. അടുത്ത ഹദീസ് عن أبي العنبس قال دخلت على عبد الله بن عمرو في الوفد يعني أرضا له بالطائف. طائഫിലെ ഒരു പ്രദേശമാണ് അൽ വഹദ് എന്നുള്ളത്. ആ വഹദ് എന്നുള്ള പ്രദേശത്തിൽ യാത്രയിലോ മറ്റോ ആയിരിക്കും. താബിഈയായ അബുൽ അൻബസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ് ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ചെന്നു. ഫഖാല അപ്പോ ആ സഹാബി പറഞ്ഞു കൊടുത്തു عطف لنا النبي صلى الله عليه وسلم إصبعه فقال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അർ-റഹിമു ശജ്നത്തുൻ മിനർ റഹ്മാൻ. അർ-റഹീം കുടുംബബന്ധം എന്നുള്ളത് റഹ്മാൻ എന്നുള്ള നാമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുള്ളതാണ്. മൻ യസിൽഹാ യസിൽഹു മൻ യഖ്തഅഹാ യഖ്തഅഹു ലഹാ ലിസാനുൻ തൽഖുൻ ദൽഖുൻ യൗമൽ ഖിയാമ. എന്നിട്ട് പറയാണ് ആരാണോ ആ കുടുംബബന്ധം ചേർക്കുന്നത് അവരുമായി അല്ലാഹു ബന്ധം ചേർക്കും. ആരാണോ കുടുംബബന്ധത്തെ മുറിക്കുന്നത് അവരുമായി അല്ലാഹു ബന്ധം മുറിക്കും. എന്നിട്ട് പറയാണ് ലഹാ ലിസാനുൻ തൽഖുൻ ദൽഖുൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്തിൽ കുടുംബബന്ധത്തിന് നല്ല ഉച്ചാരണ ശുദ്ധിയുള്ള നല്ല സംസാര വൈഭവമുള്ള ഒരു നാവുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആരൊക്കെ
ആരൊക്കെയാണ് കുടുംബബന്ധത്തെ ചേർത്തത്, ആരൊക്കെയാണ് അത് വിച്ഛേദിച്ചത് എന്ന് പറയാൻ കുടുംബബന്ധത്തിന് ഏറ്റവും നല്ല പുസ്തകമുള്ള വാക്ചാതുര്യമുള്ള നാവ് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകും എന്നതാണ്. അപ്പൊ നമ്മൾ കുടുംബബന്ധം എന്നുള്ളത് നാം മനസ്സിലാക്കിയതിനേക്കാൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. അത്രയും ഗൗരവത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബബന്ധം എന്നുള്ളത്. ഇതേ ആശയത്തിൽ തന്നെ മറ്റൊരു ഹദീസ് عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال الرحم شجنة من الله من وصلها وصله الله ومن قطعها قطعه الله. നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ അർത്ഥം തന്നെ. റഹിം എന്നുള്ളത് റഹ്മാൻ എന്നുള്ള നാമത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആരാണോ അതിനോട് ബന്ധം ചേർത്തത്, കുടുംബബന്ധം ചേർക്കുന്നത്, അവനുമായി അള്ളാഹു ചേർക്കും. ആരാണോ മുറിക്കുന്നത് അള്ളാഹു മുറിക്കും. മറ്റൊരു ഹദീസിൽ ഇത്രത്തോളം വന്നിട്ടുണ്ട്, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്. കുടുംബബന്ധം എന്നുള്ളത് അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തഖൂൽ, ആ കുടുംബബന്ധം പറയും, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ഇങ്ങനെയും ചില സഹീഹ് മുസ്ലിമിന്റെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര ഹദീസുകളാണ് കുടുംബബന്ധം ചേർക്കുന്നവരുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം ചേർക്കും എന്നുള്ള ആശയത്തിൽ വന്നിട്ടുള്ളത്. എത്ര ഹദീസുകളാണ് കുടുംബബന്ധം മുറിക്കുന്നവരോട് അള്ളാഹു ബന്ധം മുറിക്കുമെന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കുക. എന്നിട്ട് നമ്മുടെ ഉമ്മ വഴി, നമ്മുടെ ഉപ്പ വഴിയുള്ള കുടുംബ ബന്ധത്തെ പരിശോധിക്കുക. എത്രത്തോളമാണ് അവരുമായിട്ട് നമ്മൾ ബന്ധം ചേർക്കുന്നത്. അത് ഒരു ഫോൺ വിളി ആയിരിക്കാൻ ചിലപ്പോൾ ആ ബന്ധം ചേർക്കാൻ കാരണമാകുന്നത് റൂഫ് അനുസരിച്ചിട്ടാണ്, ഒരു നാടനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു നാട്ടിൽ ബന്ധം ചേർക്കുക എന്നുള്ളതിന് എല്ലാവരും വീടുകളിൽ പോയി സന്ദർശിക്കുന്ന രീതി ആയിരിക്കും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളിൽ മറ്റും താമസിക്കുന്നവർ അവർ ചിലപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നത് ചിലപ്പോൾ ഒരു ഫോൺ വിളി അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങനെയായിരിക്കും. പക്ഷെ ആ രീതിയിൽ ചേർക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണോ കുടുംബബന്ധം ചേർക്കുന്നത്, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തികമായ ആവശ്യമുള്ളവർ അവർക്ക് നമുക്ക് കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് സഹായങ്ങൾ ശാരീരികമായി ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പൊ കുടുംബബന്ധത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാബ്, ബാബു സിലത്തുർ റഹീം തുസീദു ഫിൽ ഉമർ. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ആയുസ്സിൽ വർധനവുണ്ടാക്കും. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ആയുസ്സിൽ വർധനവുണ്ടാക്കും. ഈ ബാബിലെ ഹദീസുകൾ, عن أنس بن مالك أن رسول الله صلى الله عليه وسلم قال من أحب أن يبسط له في رزقه وأن ينسأ له في أثره فليصل رحمه. ആർക്കെങ്കിലും അവന്റെ ഉപജീവനം വിശാലമാകണമെങ്കിൽ, ഉപജീവനത്തിൽ ഒരു വിശാലത വേണമെങ്കിൽ, അവന്റെ ആയുസ്സിൽ അതിനൊരു വർധന വേണമെങ്കിൽ ഫലിയസിൽ റഹിമഹു, അവൻ അവന്റെ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് കാണാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ഇതിന്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട നമ്മുടെ വിശ്വാസം എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളുടെയും ഖദറിനെ രേഖപ്പെടുത്തി ലൗഹുൽ മഹ്ഫൂസിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത്. അതിൽ എഴുതി വെക്കപ്പെട്ട ഒരു കാര്യത്തിനും മാറ്റം സംഭവിക്കില്ല. അതിലെഴുതി വെക്കപ്പെട്ട ഒരു കാര്യത്തിനും മാറ്റം സംഭവിക്കില്ല. അത് ഒരു തരത്തിലും മാറില്ല. എന്നാൽ ഇതിനു പുറമെ മറ്റു ചില ഖദറുകൾ അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് അർവാഹുകളെ പുറത്തു കൊണ്ടുവന്ന സമയത്ത് രേഖപ്പെടുത്തിയ ഖദറുണ്ട്. അതുപോലെ ഓരോ റൂഹിനും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 340 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ 4 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ രേഖപ്പെടുത്താനായി ഒരു മലക്ക് ചെല്ലും. ആ മലക്ക് അവന്റെ ആയുസ് രേഖപ്പെടുത്തും. അതുപോലെ ഉപജീവനവും ഭാഗ്യവും സൗഭാഗ്യമുള്ളവനാണോ അതുപോലെ ദൗർഭാഗ്യവാനാണോ അവന്റെ അമലുകൾ ഇതൊക്കെ രേഖപ്പെടുത്തും. അതിലൊരു ആയുസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കുടുംബബന്ധം ചേർക്കുന്നതോടുകൂടി ആയുസ് വർദ്ധിക്കും എന്നുള്ളതിന് ഒന്നാമതായിട്ടൊരു ഇഹ്തിമാൽ അർത്ഥം പറയാറുള്ളത് വിശദീകരിച്ചിട്ടുള്ളത്, ഈ ആദ്യത്തെ ഖദറിലുള്ളതൊരു മാറ്റം വരില്ല. രണ്ടാമത്തെ ഖദറിൽ മലക്ക് രേഖപ്പെടുത്തിയത് ഒരു 60 വർഷമാണ് ഒരാളുടെ ആയുസ് എങ്കിൽ, കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ ആ രേഖപ്പെടുത്തിയതിൽ നിന്ന്
ചിലപ്പോൾ 10 വർഷമോ 20 വർഷമോ കൂടുതലായിട്ട് അത് രേഖപ്പെടുത്തും. യഥാർത്ഥത്തിലുള്ള ആയുസ് തന്നെ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. മറ്റൊന്ന് പറഞ്ഞത് ഈ ആയുസ്സിൽ മാറ്റം വരില്ല, രേഖപ്പെടുത്തിയത് തന്നെ ആയിരിക്കും. പക്ഷേ കുടുംബബന്ധം ചേർക്കുന്നതിനോട് കൂടിയ 60 വർഷത്തിൽ അവന് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾ, നന്മകൾ, അല്ലാഹുവിനുള്ള ഇബാദത്ത്, അതുപോലെയുള്ള കാര്യങ്ങൾ അതിനേക്കാൾ ഒരു 80 വർഷം ജീവിച്ച ഒരാൾ ചെയ്യുന്ന അത്രയും കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, ബറക്കത്ത് 60 വർഷത്തിനുള്ളിൽ അവന് നൽകപ്പെടും. അതായത് ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരമുള്ളതായിരിക്കണം. ഒരാൾക്ക് ആയുസ് വർദ്ധിക്കാനുള്ള ഉപകാരമുള്ളതായിരിക്കും. ഒരാൾ തിന്മയിൽ മുഴുകിക്കൊണ്ട് ആയുസ് വർദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ശിക്ഷ കൂടുക എന്നല്ലാതെ എന്താ ഉണ്ടാവുക? ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പക്ഷെ അവൻ 60 വർഷം രേഖപ്പെടുത്തിയതിനെ ജീവിക്കുള്ളൂ. പക്ഷെ 80 വർഷം ജീവിക്കുന്ന ഒരാളുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ബറക്കത്തുകൾ എല്ലാ തരത്തിലും അവന് വർദ്ധിക്കും. ഈ തരത്തിലും അർത്ഥം പറഞ്ഞത് കാണാം. എന്താണെങ്കിലും ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് ഏറ്റവും ഹൈറായിട്ട് അല്ലാഹുവിലേക്ക് നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ ഉപകരിക്കുന്ന, തൗഫീഖ് നൽകുന്ന ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞു റിസ്ഖിൽ വിശാലത ഉണ്ടാകാൻ. ഇതും അതുപോലെ തന്നെ റിസ്ഖായിട്ട് വർദ്ധിക്കുന്ന തരത്തിലും മാറും, അല്ലെങ്കിൽ അതിൽ ബറക്കത്ത്. കുറഞ്ഞ വരുമാനമായിരിക്കും, പക്ഷെ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉപജീവനവും നമ്മുടെ ആയുസ്സും പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആ അല്ലാഹു തആലയാണ് നമ്മോട് പറയുന്നത് ഈ കുടുംബബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മെ അറിയിക്കുന്നത്, കുടുംബബന്ധം ചേർക്കുന്നവന് ഇതിൽ വിശാലത ഉണ്ടാകും, അവന്റെ ആയുസ്സും വർദ്ധിക്കും, അവന്റെ റിസ്ഖും വർദ്ധിക്കും. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. إلى عشية المكة الحديث عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من سره أن يبسط له رزقه وأن ينسأ له في أثره فليصل رحمه. نعم طبعا هذه أرسلنا ناركانو അവന്റെ വരുമാന റിസ്കിൽ വർധനം ഉണ്ടാകേണ്ടത്, അതുപോലെ തന്നെ അവന്റെ ആയുസ്സിൽ വർധനം ഉണ്ടാകാൻ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബാബു മൻ വസല റഹിമഹു അഹബ്ബഹു അല്ലാഹ്. ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടും, അല്ലാഹു അവനെ ഇഷ്ടപ്പെടും എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ്. عن ابن عمر رضي الله عنه قال ابن عمر رضي الله عنه പറയുകയാണ് من اتقى ربه, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, വവസല റഹിമഹു, കുടുംബബന്ധം ചേർക്കുന്നത്, നുസീഅ ഫീ അജ്രിഹി, അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാകുന്നതാണ്. വഫീ ലഫ്ദിൻ, മറ്റൊരു ലഫ്ദിൽ ഉൻസിഅ ലഹു ഫീ ഉംരി, അവന്റെ ആയുസ്സ് വിശാലമാകും. വതറാമാലുഹു, അവന്റെ സമ്പത്ത് വർദ്ധിക്കും. വഅഹബ്ബഹു അഹ്ലുഹു, അവന്റെ ആളുകൾ, അവന്റെ കുടുംബവും അവന്റെ ചുറ്റുമുള്ള ആളുകളും അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഇത്തഖ റബ്ബഹു, ആരാണോ തന്റെ റബ്ബിനെ സൂക്ഷിക്കുന്നത്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ അൽ അമലു ബി തആത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാഅ സവാബില്ലാഹ് വതർക് മആസി അല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് ഖൈഫത അദാബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, അല്ലാഹുവിന്റെ സ്വർഗ്ഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹു ഹറാമാക്കിയ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, നരകം ഭയന്നുകൊണ്ട് അല്ലാഹു പറഞ്ഞതുപോലെ. അതാണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ തഖ്വ എന്നുള്ളത് എല്ലാ നന്മകൾക്കുമുള്ള വാതിലാണ്. നമുക്ക് എന്ത് ഹൈറാണോ വേണ്ടത് തഖ്വ കൊണ്ടല്ലാതെ കിട്ടൂല. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നത് കൊണ്ടും വിരോധനങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ടുമല്ലാതെ അള്ളാഹുവിൽ നിന്നൊരു ഹൈർ നമുക്ക് ലഭിക്കില്ല. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു നോക്കൂ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത്, അവനൊരു തുറവി എപ്പോഴും ഉണ്ടാകും. അള്ളാഹു ഒരുക്കി കൊടുക്കും. അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവനുള്ള റിസ്ക് അവന് വന്നെത്തും. ഒന്നാമത് പറഞ്ഞു മനിസ്തഖാ റബ്ബഹു. രണ്ടാമത് പറയാണ് വവാസല റഹിമഹു,
അവന്റെ കുടുംബ ബന്ധങ്ങൾ അവൻ ചേർക്കുന്നത്, അതാണ് അള്ളാഹു സൂക്ഷിക്കുന്നത്. അവന്റെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത് അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുസ്സിൽ വർധനവുണ്ടാകും. ഈ ഹദീസിൽ ഇത്ര കൂടി വന്നു, അവന്റെ സമ്പത്ത് ഏറ്റവും ഉപകരിക്കുന്ന രീതിയിൽ വർദ്ധിക്കുന്ന, അവൻ ആവശ്യമായ രീതിയിൽ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാവും. അടുത്തത് പറഞ്ഞു അവന്റെ ചുറ്റുമുള്ള അവന്റെ കുടുംബക്കാരും മറ്റുള്ള ആളുകളും അവനെ ഇഷ്ടപ്പെടും. കാരണം എന്താണ്? സ്വാഭാവികമായിട്ട് ആലോചിക്കും, കുടുംബബന്ധം ചേർക്കുന്ന ഒരാളോടാണോ, കുടുംബബന്ധം മുറിക്കുന്ന അല്ലെങ്കിൽ കുടുംബബന്ധം ചേർക്കാൻ ഒന്നും ചെയ്യാത്ത ഒരാളോടാണോ അവന്റെ കുടുംബക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുക? കുടുംബബന്ധം ചേർക്കുന്നവരോടാണ്. അപ്പോ ആ രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടും. ഇനി എന്താണ് ഇവിടെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അള്ളാഹു ഇഷ്ടപ്പെടും എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം? ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല? അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? കാരണം സത്യവിശ്വാസികളായ അടിമകളുടെ കൽവിൽ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നുണ്ട് എങ്കിൽ, ഒരു വ്യക്തിയോട് ഇപ്പൊ നമുക്ക് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരു മുഅ്മിനായ വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബബന്ധം ചേർക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ കാരണമാകും. അടുത്ത ബാബ് ബിർറിൽ അഖ്റബ് ഫൽ അഖ്റബ്, ഏറ്റവും അടുത്ത ആളുകളോട് പുണ്യം ചെയ്യുക, പിന്നെ അതിനോട് അടുത്ത ആളുകൾ. ഇപ്പൊ നമ്മൾ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെ ഇപ്പൊ ചേർക്കുക, ആരോടാ ചേർക്കേണ്ടത്, ആ രീതിയിലുള്ള സംശയത്തിനുള്ള മറുപടിയുമാണ് ഈ ബാബിലെ ഹദീസ്. അനിൽ മിഖ്ദാം ബിൻ മഅദി കദിബ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മിഖ്ദാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാതികും, അല്ലാഹു തആല നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഉമ്മമാരുടെ വിഷയത്തിൽ, അഥവാ അവരോട് ബിർറ് ചെയ്യണമെന്നുള്ള വിഷയത്തിൽ. ثم يوصيكم بأمهاتكم, വീണ്ടും നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ثم يوصيكم بآبائكم, പിന്നെ നിങ്ങളുടെ ഉപ്പമാരോട് പുണ്യം ചെയ്യണമെന്നുള്ളത് വസിയത്ത് ചെയ്യുന്നു. ثم يوصيكم بالأقرب فالأقرب, പിന്നെ നിങ്ങളോട് അടുത്തുള്ള കുടുംബക്കാരോട്. അപ്പൊ നമ്മൾ ഏറ്റവും പുണ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉമ്മയോടാണ്, പിന്നെ ഉപ്പയോടാണ്, പിന്നെ സഹോദരന്മാരോടാണ്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ കുടുംബക്കാർ ഓരോരുത്തർ അടുത്ത് ആരാണോ, ഉമ്മാന്റെ സഹോദരന്മാർ, ഉമ്മാന്റെ സഹോദരന്മാർ, വല്യപ്പ വല്യമ്മ, അതുപോലെ തന്നെ മക്കളും ഭാര്യയും എന്താ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട മറ്റ കാര്യങ്ങൾ. അതിനു പുറമെ അവരുടെ മക്കൾ. ആ രീതിയിലാണ് കുടുംബബന്ധം. അടുത്തടുത്ത ആളുകൾ ആരാണോ അവരോടാണ് ഏറ്റവും അധികം നമ്മൾ ബന്ധം ചേർക്കേണ്ടത്. പിന്നെ ഓരോന്ന് കഴിഞ്ഞ് അടുത്ത കുടുംബങ്ങളോടാണ് ചെയ്യേണ്ടത്. ഓരോന്നിന്റെ ദർജകൾ ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ. അടുത്ത ബാബു ഇസ്മി ഖാഫിഅ റഹിം, കുടുംബബന്ധം മുറിക്കുന്നത് അത് പാപമാണ്, അത് ഗൗരവമുള്ള തെറ്റാണ് എന്നറിയിക്കുന്ന ഹദീസുകളുടെ ബാബാണ്. عن جبير بن مطعم أنه سمع رسول الله صلى الله عليه وسلم يقول, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെ, നമ്മളിവിടെ ക്ഷമിച്ച് ജീവിക്കുന്നത് തന്നെ നമ്മുടെ ഇച്ഛകളും ആഗ്രഹങ്ങളും ഒക്കെ പിടിച്ചു നിർത്തി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അനുസരിച്ച് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള ആ വിശാലമായ ലോകമായ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാനാണ്. ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ഗൗരവമുള്ള തെറ്റാണ് കുടുംബബന്ധം മുറിക്കുകയില്ല, ഇവിടെ മുറിക്കുന്നത്. ഇവിടെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം ലാ യദ്ഖുലുഹും ഫി അവ്വലിൽ അംർ മഅ സാബിഖീൻ, ആദ്യം പ്രവേശിക്കില്ല എന്നുള്ളതാണ്. ഒരിക്കലും പ്രവേശിക്കുന്ന അർത്ഥമല്ല. ശിർക്ക് ഒഴികെയുള്ള ഒരു തിന്മക്കും എന്തില്ല? നരകത്തിൽ ഖുലൂദില്ല. ശിർക്കിന് മാത്രമാണ് നരകത്തിൽ ഖുലൂദ് ഉണ്ടാവുക. ബാക്കിയുള്ള ഏത് ഹദീസിലും ലാ യദ്ഖുലുൽ ജന്ന എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം പ്രവേശിക്കില്ല, ശിക്ഷ ലഭിച്ചതിന് ശേഷമേ പ്രവേശിക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അർത്ഥമല്ല, ശിക്ഷ ലഭിച്ചതിന് ശേഷം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, സ്വർഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പ്രവേശിക്കാനാണ് ശ്രമിക്കേണ്ടത്. നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിച്ച് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഅൂദുബില്ല, നരകത്തിന്റെ ഒരു നിമിഷം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സഹിക്കാൻ സാധിക്കില്ല. അപ്പൊ കുടുംബബന്ധം മുറിക്കുന്ന
ഇനി ചേർത്തിട്ട് ഒന്നും നേടിയിട്ടില്ലെങ്കിലും മുറിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. മുറിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ കുടുംബത്തിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. ഒരിക്കലും നമ്മൾ അവരിങ്ങോട്ട് ബന്ധം മുറിച്ചു. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്. ഒരു കല്യാണത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിശ്ചയിച്ച് വിളിച്ചിട്ടില്ല, അവൻ ഞാൻ കല്യാണത്തിന് പോകൂല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ അങ്ങനെ ചെയ്തിട്ടില്ല, അവൻ ഞാൻ ഇതിന് വരൂല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ മിണ്ടാതെയും എല്ലാം നടന്ന് കുടുംബബന്ധം പരിഹരിക്കാൻ നടക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. പക്ഷെ അത് ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദീനിൽ അത്രയും ഗൗരവത്തോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇതേ ബാബിൽ മറ്റൊരു ഹദീസ് കൊടുത്ത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തിൽ. സൃഷ്ടിപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു വായിക്കാം. ഇത് വായിക്കാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റഹിമ ശജ്നതു മിനർ റഹ്മാൻ. റഹിം എന്നുള്ളത് റഹ്മാൻ എന്നതിന്റെ ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുള്ളതാണ്. തഖൂൽ യാ റബ്ബി ഇന്നി വുലിംതു യാ റബ്ബി ഇന്നി ഖുതിഅതു യാ റബ്ബി ഇന്നി. നാളെ കുടുംബബന്ധം എഴുന്നേറ്റ് എന്നിട്ട് അല്ലാഹുവിനോട് പറയും, റബ്ബേ ഇന്നി വുലിംതു, എന്നോട് ദുൽമ കാണിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ മുറിക്കപ്പെട്ടിട്ടുണ്ട്. റബ്ബേ ഞാൻ എന്റെ മേലുള്ള കാര്യമെന്ന് കുടുംബബന്ധം അല്ലാഹുവിനോട് പറയും. അപ്പൊ ഫയുജീബുഹ, അല്ലാഹു തആല മറുപടി പറയും കുടുംബബന്ധത്തിനോട്, അലാ തർവൈന അൻ അഖ്തഅ മൻ ഖതഅത് വഅസില മൻ വസലത്. നിനക്ക് തൃപ്തിയാകില്ലേ നീയുമായി ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കുന്നതും നീയുമായി ബന്ധം മുറിച്ചവനോട് ബന്ധം മുറിക്കുന്നതും നിനക്ക് തൃപ്തിയാവുകയില്ലേ എന്ന് അല്ലാഹു തആല തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ആശയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തൊരു ഹദീസ്, عن سعيد بن سمعان قال سمعت أبا هريرة يتعوذ من إمارة الصبيان والسفهاء. ഇവിടെ സഈദ് ഇബ്നു സമആൻ റഹിമഹുല്ലാഹ് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രക്ഷ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിഡ്ഢികളെയും അതുപോലെ തന്നെ ചെറിയ കുട്ടികളെയും അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിനേക്ക് തൊട്ട് രക്ഷ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാം. ഈ ഹദീസ് എന്തിനാണ് ഈ ബാബിൽ കൊടുത്തത് എന്നുള്ളത് ഉലമാക്കൾ ചർച്ച ചെയ്തു. അതിൽ വിശദീകരിച്ച് മനസ്സിലാക്കുന്നത്, കുട്ടികളും അഥവാ വകതിയിലെത്താത്ത കുട്ടികളും അതുപോലെ തന്നെ വിഡ്ഢികളും കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിൽ പ്രാധാന്യം കാണിക്കാത്ത ആളുകളായിരിക്കും എന്ന നിലക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇമാം ബുഖാരി ഇതിവിടെ കൊടുത്തു എന്നുള്ളത് അത്ര വ്യക്തമായിട്ടുള്ള കാര്യമല്ല, മനസ്സിലാകുന്നത് അത്ര മാത്രമാണെന്ന് പറഞ്ഞു. അടുത്തത് ബാബു ഉഖൂബത്തി ഖാതിഇർ റഹിം ഫി ദുനിയ. ഇനി ബന്ധം മുറിക്കുന്നവന്, കുടുംബബന്ധം മുറിക്കുന്നവന് ദുനിയാവിൽ തന്നെ ശിക്ഷ ഉണ്ടാവും, ദുനിയാവിൽ തന്നെ ശിക്ഷ ഉണ്ടാവുന്ന ബാബു. عن أبي بكرة قال قال رسول الله صلى الله عليه وسلم. أبو بكر رضي الله عنه بريان النبي صلى الله عليه وسلم برنه ما من ذنب أحرى أن يعجل الله لصاحبه العقوبة في الدنيا مع ما يدخر له في الآخرة. ഒരു പാപവുമില്ല ദുനിയാവിൽ തന്നെ പെട്ടെന്ന് ശിക്ഷ അള്ളാഹു നൽകുന്നതും അതുപോലെ തന്നെ പരലോകത്തേക്ക് ആ ശിക്ഷയെ ഒരുക്കി വെക്കുന്നതുമായിട്ട് ഒരു പാപവുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, മിൻ ഖതീഅത്തിർ റഹിം വൽ ബഗ്യ്. കുടുംബബന്ധം മുറിക്കുന്നതും അതുപോലെ തന്നെ ഒരാളുടെ മേലെ അന്യായമായി ഉപദ്രവം ചെയ്യുകയും, ഒരാളെ അന്യായമായിട്ട് ഉപദ്രവിക്കുക, അവരെ മേലെ ദുൽമ കാണിക്കുക, ഈ രണ്ട് കാര്യങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ അല്ലാഹു തആല ശിക്ഷ നൽകും, പരലോകത്തേക്ക് ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്യും. ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൽ തന്നെ അത് അനുഭവിക്കണം, പരലോകത്ത് വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയും, അല്ലാഹുവിലും പരലോകത്തിലും യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിയവർ, എങ്ങനെയാണ് അവർക്ക് അന്യായമായി കുടുംബബന്ധം മുറിക്കാൻ സാധിക്കുക? അവരുടെ കുടുംബബന്ധങ്ങൾ മുറിച്ചു കളയാൻ സാധിക്കുക? അതുപോലെ തന്നെ ഒരാളോട് അതിക്രമം പ്രവർത്തിക്കാൻ സാധിക്കുക? കാരണം ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇത് കേൾക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ്.
ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ, മുസ്ലിമീങ്ങളായിട്ടുള്ള നമ്മൾ പകർത്തിയില്ലെങ്കിൽ വേറെ ആരാണ് പകർത്തുക? നമ്മൾ മുസ്ലിമായി ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം സുജൂദ് ചെയ്ത് അതിന് പുറമെ ധാരാളം ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്രയും ഹദീസുകൾ ഉണ്ടായിരിക്കെ നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ദുനിയവിയായ വിഷയങ്ങളിൽ, ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും, ആ വിഷയങ്ങളിൽ കുടുംബബന്ധം മുറിക്കുന്നവരായിട്ടുണ്ട് എങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ ആ ഗൗരവത്തിൽ തന്നെ നാം പരിഗണിക്കണം. അത് എന്തെങ്കിലും കാര്യം നമുക്ക് അറിവില്ലാതെ സംഭവിച്ചു പോയിട്ട് തിരിച്ചുക, അതല്ലാതെ ഒരു മാർഗമല്ല. ഒരു ബന്ധം നമ്മൾ മുറിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ അറിവ് കേടുകൊണ്ടോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുക, ആ ബന്ധം ചേർക്കുക, അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക, ഒരു ഭക്ഷണത്തിന്റെ സദസ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ അവിടെ പോയി സന്ദർശിക്കുക, ആ ഏതെങ്കിലും രീതിയിൽ എക്സ്റ്റാൻഡ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ബാബു ലൈസൽ വാസിലു ബിൽ മുകാഫി. ബന്ധം ചേർക്കുക എന്നുള്ളത് ഒന്നിന് പകരമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. പല ആളുകൾക്കുള്ള ധാരണയാണ്. ബന്ധം ചേർക്കുക എന്നുള്ളത് ഒന്നിന് പകരമായി ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് ഈ ബാബ്. ഈ ബാബിലെ ഹദീസ് عن عبد الله بن عمرو عن النبي صلى الله عليه وسلم قال عبد الله بن عمرو بن العاص رضي الله عنه ذكر الحديث ليس الواصل بالمكافئ. ഇങ്ങോട്ട് ചെയ്തതിന് പകരം ചെയ്യുക എന്ന നിലക്ക് ഇങ്ങോട്ട് ബന്ധം വെച്ചവനോട് തിരിച്ച് ബന്ധം വെക്കുന്നവനല്ല എന്ത് കുടുംബബന്ധം ചേർത്തവൻ. എന്നിട്ട് പറയാണ് വലാകിന്നൽ വാസില അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹാ. കുടുംബബന്ധം ചേർത്തവൻ എന്ന് പറഞ്ഞാൽ അവനുമായിട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുന്നവനാണ്. അവനുമായി ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർത്തവൻ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എത്ര ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാടുകളിൽ അധികവും നമ്മൾ കണ്ടുവരുന്ന കാര്യം, ഇങ്ങോട്ട് എന്തെങ്കിലും തരത്തിലൊരു ബന്ധം മുറിച്ചാൽ നമ്മളെന്തിനാ പോകുന്നത്, പിന്നെ നമ്മളെന്തിനാ ചെയ്യുന്നത്, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ ഇങ്ങോട്ട് മുറിച്ചവനല്ലേ, അപ്പൊ ഞാനെന്തിനാ അങ്ങോട്ട്, ഞാൻ കുറ്റക്കാരനല്ലല്ലോ, ഞാനെന്തെങ്കിലും ചെയ്യേണ്ടത്. അങ്ങനെയല്ല. കുടുംബബന്ധം ചേർത്ത ഈ പ്രതിഫലങ്ങൾ, നേരത്തെ പറഞ്ഞ പ്രതിഫലങ്ങളും ശ്രേഷ്ഠതയും എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവിച്ചവനാകട്ടെ, ഇങ്ങോട്ട് നമ്മുടെ ഹക്കുകൾ തടഞ്ഞവനാകട്ടെ, ഇങ്ങോട്ട് ബന്ധം ചേർക്കാത്തവനാവട്ടെ, നമ്മൾ അങ്ങോട്ട് അവരോട് ഇഹ്സാൻ ചെയ്യുക, അവരുമായിട്ടുള്ള ബന്ധം ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു നമ്മളുമായിട്ട് ബന്ധം ചേർക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് ദുനിയവിയായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങളോ നഷ്ടങ്ങളോ അല്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും, ഒരു കാലിലൊരു മുള്ള് തറച്ചാൽ ആ മുള്ള് പൊതിച്ചെടുക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയ്ക്കും ബുദ്ധിമുട്ടിനും പകരം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു പറയുമ്പോ, ഏതൊരു നിസ്സാരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അത് അള്ളാഹുമായി പരലോകവുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. നമുക്കത് നോക്കിയാൽ മതി. നമുക്കതാണ് പ്രധാനമായിട്ട് നമ്മുടെ ചിന്ത ഉണ്ടാവേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഇങ്ങോട്ട് ബന്ധം മുറിച്ചോണ്ട് ഇങ്ങോട്ട് ബന്ധം വെച്ചോണ്ട് തിരിച്ച് ബന്ധം വെക്കലല്ല, ഇങ്ങോട്ട് മുറിച്ചവരോടും ബന്ധം ചേർക്കലാണ് യഥാർത്ഥത്തിലുള്ള സിലത്തുർ റഹീം എന്ന് പറയുന്നത്. അടുത്തത് ബാബു ഫദ്ലി മയ്യത്തിലു റഹീം അദ്ദാലിം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന്റെ പേരിലും മറ്റുമുള്ള ആളുകളോടാണെങ്കിലും അങ്ങോട്ട് ബന്ധം ചേർക്കുന്നതിന്റെ ഫദ്ലിനെ അറിയിക്കുന്ന, അതിനുള്ള ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു ഹദീസാണ്. അനിൽ ബറാ ഖാല ജാഅ അറാബിയ്യുൻ ഫഖാല യാ നബിയല്ലാഹ് അല്ലിംനി അമലൻ യുദ്ഖിൽനി അൽ ജന്നത. ഒരിക്കലും ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലിംനി അമലൻ യുദ്ഖിൽനി അല്ലാഹു അൽ ജന്ന. എനിക്കൊരു അമല് റസൂലേ പഠിപ്പിച്ചു തന്നു, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമലായിരിക്കണം അത്, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈൻ കുൻത അഖ്സർത അൽ ഖുത്ബ ലഖദ് അഅറഫ്ത അൽ മസ്അല. നീ ചെറിയൊരു കാര്യമാണ് ചോദിച്ചത്, പക്ഷെ വലിയൊരു ആശയം ഉൾക്കൊള്ളുന്ന കാര്യമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. നീ ചോദിച്ചത് ചെറിയൊരു വാക്കാണ്, പക്ഷെ പറയേണ്ടത് വലിയൊരു മസ്അലയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു,
രണ്ടിന്റെയും അർത്ഥം അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ വ്യത്യാസം പറയാം. അങ്ങനെ ചോദിച്ചപ്പോ രണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമയെ മോചിപ്പിക്കുക എന്നാണ്. അപ്പൊ ഈ കേട്ടപ്പോ അറാബി തിരിച്ചു ചോദിച്ചു, അത് രണ്ടും ഒന്നല്ലേ ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, അല്ല. എന്ന് പറഞ്ഞാൽ അറബിയിൽ നീ നിന്റെ സമ്പത്ത് കൊണ്ട് പൂർണ്ണമായിട്ട് അടിമയെ മോചിപ്പിക്കുക. ഒരു അടിമയുണ്ട്, ആ അടിമയെ നിന്റെ പണം കൊണ്ട്, ആ അടിമയ്ക്ക് എന്താണോ വില അത് പൂർണ്ണമായും നിന്റെ പണം കൊടുത്തിട്ട് മോചിപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നീ സഹായിക്കുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള സഹായമായിരിക്കും. അത് എന്താണോ സഹായിക്കാൻ സാധിക്കുക ആ തരത്തിൽ സഹായിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക, നല്ല പാല് നൽകുന്ന ഒരു മൃഗത്തെ, പശുവിനെയോ അല്ലെങ്കിൽ ഒട്ടകത്തിനെയോ ആടിനെയോ വാങ്ങുകയും, നിന്റെ കുടുംബക്കാര്, നിന്റെ ബന്ധമുള്ള കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അതിന്റെ പാല് കറന്നു കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല, അടിമോചിപ്പിക്കാനുള്ള പണം നിനക്കില്ല, കുടുംബബന്ധം ചേർത്തുകൊണ്ട് അല്ല അവർക്കുള്ള ഭക്ഷണവും അല്ലെങ്കിൽ അവരെ ഭക്ഷിപ്പിക്കാനും അതിനൊന്നുള്ള കഴിവ് നിനക്കില്ല എങ്കിൽ നീ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതിന് നിനക്ക് കഴിയില്ല എങ്കിൽ നിന്റെ നാവിനെ പിടിച്ചു നിർത്തുക, ഖൈറിലല്ലാതെ നിന്റെ നാവിനെ പിടിച്ചു നിർത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. വളരെ ഉപകാരമുള്ള, നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് പാഠങ്ങളാണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ ഉപകാരമുള്ളത്. ഒന്ന്, ഈ അറാബി വന്ന് ചോദിച്ചത്, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമല് എനിക്ക് പറഞ്ഞു തരണം. നബി പറഞ്ഞു, നീ ചോദ്യം വളരെ ചെറുതായിരുന്നു, പക്ഷെ അത് വലിയൊരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തേന്ന് പറഞ്ഞത്, അടിമ മോചിപ്പിക്കാൻ, നിനക്ക് പൂർണ്ണമായ ഒരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ല എങ്കിൽ നിനക്കതിന് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വളരെ പ്രബലമായിരുന്ന, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ നിലനിർത്തിയിരുന്ന, അവരുടെ ജീവിത വ്യവഹാരങ്ങളെ നിലനിർത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു അടിമ സമ്പ്രദായം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദീനിലെ പല കഫാറത്തുകളിലും നിയമമായിട്ട് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് പഠിപ്പിച്ച് കാണാം. ആ അടിമ സമ്പ്രദായത്തിൽ അവരെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടത്. അഥവാ നല്ല പാല് നൽകുന്ന അല്ലെങ്കിൽ നല്ല ഉപകാരം നൽകുന്ന ഒരു മൃഗത്തെ വാങ്ങുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പാലും അതുപോലെ തന്നെ മറ്റുള്ള ആ ഉപകാരങ്ങളുമെല്ലാം നിന്റെ കുടുംബക്കാർക്ക് നൽകാൻ വേണ്ടി എന്ത് ചെയ്യുക, അവരെ ഭക്ഷിപ്പിക്കുകയും അവരെ കുടിപ്പിക്കുകയും എല്ലാം ചെയ്യുക. എന്താണ്, കുടുംബക്കാർക്ക് ഏത് തരത്തിലാണോ ഇഹ്സാൻ ചെയ്യാൻ സാധിക്കുക ആ തരത്തിൽ ചെയ്യണം. സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം എന്തായിരിക്കും, അവർക്ക് അവരുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണം, അവരുടെ ഉപജീവന മാർഗം, ഇതാണ് എല്ലാ മനുഷ്യന്മാരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത ഉണ്ടാവുക. അപ്പൊ ആ വിഷയത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, അതിന് നിനക്ക് കഴിയില്ല, അതിനുള്ള കഴിവൊന്നുമില്ല നിനക്ക് എങ്കിൽ സദഖയിൽപ്പെട്ട കാര്യമാണ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇത് നമ്മുടെ കുടുംബക്കാരിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ മസ്ലഹത്തും മഫ്സദത്തും എല്ലാം പരിഗണിച്ചുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യമാണ്. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നന്മകൾ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നവരായിക്കോണമെന്നില്ല. പലരും ചിലപ്പോൾ തൗഹീദുള്ളവർ തന്നെ ആയിക്കോണമെന്നില്ല. അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൽ ഹറാമുകൾ ഒഴിവാക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന, സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളായിക്കോണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, സുന്നത്ത് പറഞ്ഞു കൊടുക്കുക, സുന്നത്തായ കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുക, പാപങ്ങൾ ഒഴിവാക്കാൻ പ്രോത്സാഹിപ്പിക്കുക, തിന്മയുടെ അപകടം പഠിപ്പിക്കുക, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇനി അങ്ങനെ നിനക്ക് സാധിക്കുന്നില്ല,
അത് നീ ചെയ്താൽ പ്രശ്നമാണ്, കുഴപ്പമാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞെന്താ, ഫകുഫ ലിസാനക ഇല്ലാ ബിൽ ഖൈർ, ഖൈറല്ലാത്ത ഒന്നിലും ഖൈറല്ലാത്ത കാര്യങ്ങളിൽ നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക. അഥവാ പൊതുവേ ഉള്ള ഈ കിതാബിൽ തന്നെ ബാബുകൾ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അറിയപ്പെട്ട കാര്യമാണ് നമ്മുടെ നാവ് എന്നുള്ളത്. അത് നമ്മൾ പിടിച്ചു വെച്ചിട്ടില്ല എങ്കിൽ അധിക ആളുകൾ നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന കാര്യം നാവാണ്. കാരണം അവൻ അറിയാതെ, അവൻ ചിന്തിക്കാതെ അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലായി പോകും. ഗീബത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്രയും അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും. അപ്പൊ നാവിനെ പിടിച്ചു വെക്കുക, എന്ത് ചെയ്യുക, നന്മ മാത്രം സംസാരിക്കുക. അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അപ്പൊ ഈ ഹദീസിൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നന്മകൾ ഒന്ന് അടിമമോചനം പറഞ്ഞു, രണ്ടാമത് കുടുംബബന്ധം ചേർക്കുന്നത്, അവർക്ക് ആവശ്യമായിട്ട് അവരെ ഭക്ഷിപ്പിക്കുകയും കുളിപ്പിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വഴി, മൂന്നാമത്തേത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും പറഞ്ഞു, നാലാമത്തേത് നാവിനെ പിടിച്ചു വെക്കുക, ഖൈറായത് മാത്രം സംസാരിക്കുക എന്നുള്ളത്. അടുത്ത ബാബ്, ബാബു മൻ വസല റഹിമഹു ഫിൽ ജാഹിലിയ്യ തുമ്മ അസ്ലമ. ജാഹിലിയത്തിൽ അഥവാ കുഫറിലായിരുന്ന കാലത്ത് ഒരാൾ കുടുംബബന്ധം ചേർക്കുന്നവനായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസാണ്. عن حكيم بن حزام أنه قال للنبي صلى الله عليه وسلم, حكيم بن حزام إنه صحابي صلى الله عليه وسلم പറഞ്ഞു, أرأيت أمورا كنت أتحدث بها في الجاهلية من صلة وعتاقة وصدقة فهل لي فيها أجر. അദ്ദേഹം മുശ്രിക്കായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചതാണ്. ഒന്ന് ചോദിക്കാൻ, നബിയെ, ഞാൻ ജാഹിലിയത്തിൽ തന്നെ കുറെ കുടുംബബന്ധം ചേർക്കലും അടിമ മോചിപ്പിക്കലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടുമോ? قال حكيم قال رسول الله صلى الله عليه وسلم, അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലംത അലാ മാ സലഫ മിൻ ഖൈറിൻ, നീ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് നീ മുമ്പ് ചെയ്ത ഖൈറുകളിലായിക്കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. ഇത് ഇതിലെ വലിയൊരു മസ്അല, ഫുഖഹാക്കൾക്കിടയിലുള്ള വലിയൊരു മസ്അല ചർച്ച ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ മസ്അല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കാഫിറായിരുന്ന കാലത്ത് ഒരാൾ ചെയ്ത നന്മകൾ അയാൾ ഇസ്ലാമിലായാൽ, അയാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടുമോ കിട്ടില്ലയോ എന്നതാണ് മസ്അലയുടെ അടിസ്ഥാന ചർച്ച. അതിന്റെ ചർച്ചകളും അഭിപ്രായങ്ങളിലേക്കും നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. അതിന്റെ അവസാനത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുശ്രിക്കായിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് അയാൾ ചെയ്ത നന്മകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിനുള്ള പ്രതിഫലം അവിടെ ഉണ്ടാവും. അതെന്താവില്ല, നഷ്ടപ്പെടില്ല. അതിനുള്ള തെളിവാണ് ഈ ഹദീസ്. ലഭിക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന്റെ ചർച്ചയും ഉണ്ട്. അതിന്റെ അവസാനത്തെ നതീജ, അവസാനത്തെ റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. അവിടെ നന്മകൾ നഷ്ടമാവില്ല, തിന്മകൾ മാത്രം അവരിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും. അപ്പോഴാണ് ഈ മസലയിൽ അടുത്തൊരു ചോദ്യം വരുന്നത്, ഒരാൾ മുസ്ലിം ആയിരുന്നു, അവൻ കുടുംബബന്ധം ചേർത്തു, പിന്നെ കാഫിറായി, അപ്പൊ എന്തായിരിക്കും? ആ നന്മകളിൽ ഉപകാരം ഉണ്ടാവുമോ? ഇല്ല. കുഫ്റും ശിർക്കും എന്താണ്? ആ നന്മകളെ മൊത്തം പൊളിച്ചു കളയുന്നതാണ്. എത്രയോ ആയത്തുകൾ, വല്ലദീന കഫറു അഅമാലുഹും കസറാബ്, കുഫാറുകൾ അവരുടെ പിന്നെ കർമ്മങ്ങൾ മരീചിക പോലെയാണ്. അതുപോലെ തന്നെ ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിന്റെ കർമ്മങ്ങളെല്ലാം പൊളിച്ചു പോകും. അപ്പോൾ ഇസ്ലാമിലായിട്ട് നന്മ ചെയ്തിട്ട് അയാൾ ശിർക്കിലെത്തിയാൽ കർമ്മങ്ങൾ പൊളിയും. അടുത്തൊരു മസ്അല, ഒരാൾ എന്തായി, മുസ്ലിം ആയിരുന്നു, പിന്നീട് അയാൾ കാഫിറായി, പിന്നെ അയാൾ മുസ്ലിമായി. അപ്പൊ ആദ്യത്തെ ഇസ്ലാമിലുണ്ടായത് കർമ്മങ്ങൾ കിട്ടുമോ? അത് കിട്ടും എന്നാണ് ഉലമാക്കൾ പറയുന്നത്. മരണം അവസാനം എന്തായി എന്നുള്ളത് പരിഗണിച്ചിട്ടാണ് കാര്യങ്ങൾ. അവസാനത്തിൽ അയാൾ മുസ്ലിം ആയിട്ടാണ് എങ്കിൽ ഇസ്ലാമിലായിക്കൊണ്ട്, അല്ലെങ്കിൽ അയാൾ ചെയ്ത നന്മകൾ ഇടയിൽ ശിർക്ക് വന്നാലും കുഫറിൽ പോയിട്ടുണ്ടെങ്കിലും അയാൾ ചെയ്ത നന്മകൾ അയാൾക്ക് ലഭിക്കും. പക്ഷേ അപ്പോ നമ്മൾ പറഞ്ഞ വിഷയം, ഒരാൾ കുഫറിലായിരിക്കുമ്പോൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, അയാളുടെ മരണം ഇസ്ലാമിലായിട്ടാണെങ്കിൽ അതിന്റെ പ്രതിഫലം അയാൾക്കുണ്ടാകും.
പാപങ്ങളാണ് ഇസ്ലാമിലൂടെ മായ്ച്ചു കളയുക. ഇനി അയാൾ മുസ്ലിം ആയിരുന്നു, കുഫറിലേക്ക് പോയി, വീണ്ടും ഇസ്ലാമിലേക്ക് വന്നു, എങ്ങനെയാണെങ്കിലും അവസാനത്തിൽ അയാൾ ഇസ്ലാമിലായിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അയാൾക്ക് ആ പ്രതിഫലം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅമാലുഹു. അല്ലാഹുവിന്റെ ആയത്തിൽ പറയാണ്, ഒരാൾ ദീനിൽ നിന്ന് മുർത്തദാവുക എന്നിട്ട് കാഫിറായിക്കൊണ്ട് മരണപ്പെടുകയാണ്. സൂറത്തു ബഖറയിലെ 217 ആയത്താണ്. അങ്ങനെ മരണപ്പെട്ടാൽ അവന്റെ അമലുകൾ നിഷ്ഫലമായിരിക്കും. അപ്പൊ മരണം കുഫറിലായതുകൊണ്ടാണ് അമലുകൾ നിഷ്ഫലമായത്. ഇസ്ലാമിലായിക്കൊണ്ട് മരണപ്പെടുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയൊരു ഇൽമി ആയിട്ടുള്ള ചർച്ച അതിന് പിന്നിലുണ്ട്. അത് ഈ ഒരു സദസ്സിൽ, ഈ ഒരു മജ്‌ലിസിൽ അത് വിശദീകരിക്കേണ്ട എന്നുകൊണ്ടാണ് നമ്മത് പറയാത്തത്. എന്നാൽ മനസ്സിലാക്കുക, ഇസ്ലാമിലല്ല എങ്കിൽ അവൻ എത്ര നന്മ ചെയ്യുന്നവനാണെങ്കിലും അവന്റെ മരണം കുഫറിലായിട്ടാണെങ്കിൽ അവന്റെ കർമ്മങ്ങളൊന്നും അവൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇസ്ലാമിലായിക്കൊണ്ട് മരിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവന്റെ നന്മകളും അവനോടൊപ്പം ഉണ്ടാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ബാബുകളും ഹദീസുകളും അടുത്ത ദിവസം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അടുത്ത ആഴ്ച മുതൽ ബുധനാഴ്ചയാണ് തീരുമാനമായിട്ടോ? ബുധനാഴ്ചയല്ലേ? ചിലപ്പോ അടുത്ത ആഴ്ച മുതൽ ബുധനാഴ്ച ആയിരിക്കും ചിലപ്പോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.